LDF-ഉം UDF-ഉം ഒരുപോലെയെന്ന് SDPI. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമില്ലെന്നുമെന്നാൽ CPM വിരുദ്ധ വികാരമുണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്നും BJP-ക്കെതിരെ UDF-ഉം LDF-ഉം പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്നും CPA ലത്തീഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഒരു ചർച്ചയാണ്. ഇപ്പോൾ SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് നമുക്കൊപ്പം ചേരുന്നു. എല്ലാ സീറ്റിലും മത്സരിക്കുമോ അതോ LDF-നെയോ UDF-നെയോ പിന്തുണയ്ക്കുമോ? പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതുപോലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് എല്ലാ സീറ്റിലും പിന്തുണക്കുക എന്ന നിലപാടിലേക്ക് പോകാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. പരമാവധി സീറ്റുകളിൽ മത്സരിക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും UDF-നെ പിന്തുണക്കാൻ തീരുമാനിച്ചു. ആ പിന്തുണ വേണ്ടതില്ല എന്ന് പിന്നീട് UDF പറഞ്ഞു. അതിനുശേഷമാണോ ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നൊരു തീർപ്പ് SDPI എടുത്തത്? അല്ലല്ല, അത് അന്നത്തെ രാഷ്ട്രീയ നിലപാടതായിരുന്നു. SDPI ദേശീയ തലത്തിലെടുത്ത നിലപാടിൻ്റെ ഭാഗമായാണ് കേരളത്തിലും UDF-നെ പിന്തുണച്ചത്. അത് അന്നത്തെ നിലപാടായിരുന്നു. ഇത് പുതിയ രാഷ്ട്രീയ സാഹചര്യം. അന്നത്തെ ഇന്ത്യ മുന്നണി സഖ്യമോ അത് എന്നും ഇന്ന് കേരളത്തിൽ നിയമസഭയിലില്ലല്ലോ. മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP-യെ തോൽപ്പിക്കാനുള്ളൊരു നിലപാട് SDPI സ്വീകരിക്കാറുണ്ട്. അത്തരമൊരു നിലപാട് ഇത്തവണയുണ്ടാവും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട്. BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് CPM-നെ പിന്തുണച്ചിട്ടുണ്ട്, ശിവൻകുട്ടിയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണമെന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ട്. 11 സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്താണ്, 9 സീറ്റിൽ അവർ രണ്ടാം സ്ഥാനത്തുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ LDF-ഉം UDF-ഉം അവരുടെ ഫാസിസ്റ്റ് വിരുദ്ധത സത്യസന്ധമാണെങ്കിൽ, അത് യാഥാർത്ഥ്യബോധത്തോടുള്ളതാണെങ്കിൽ LDF-ഉം UDF-ഉം ചുരുങ്ങിയത് കേരളത്തിൽ BJP ജയിച്ചു വരാൻ സാധ്യതയുള്ള ഒരു 10 മണ്ഡലങ്ങളിലെങ്കിലും പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി LDF-ഉം UDF-ഉം പൊതു സ്ഥാനാർത്ഥിയെ പിന്തുണക്കണം. അങ്ങനെ വരുമ്പോൾ ഞങ്ങളും ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ തയ്യാറാണ്. അവർ BJP വരുന്നതിൽ വരട്ടെ, ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെ ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ വിജയിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി SDPI മുന്നോട്ട് പോകില്ല. അതിനർത്ഥം മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്? തള്ളിക്കളയാനാവില്ല, ഞങ്ങൾ മത്സരിച്ചേക്കും. BJP-യെ മാറ്റി നിർത്താൻ LDF-ഉം UDF-ഉം മഞ്ചേശ്വരത്ത് ഒരു പൊതു സ്ഥാനാർത്ഥിയെ BJP-ക്ക് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണക്കും. അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും. CPM-ന് അല്ലെങ്കിൽ LDF-ന് പിന്തുണക്കാനുള്ള സാധ്യതയുണ്ടെന്നൊരു ചർച്ച വരികയാണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. LDF-നെ പിന്തുണക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. BJP-യോടുള്ള ഒരു കടുത്ത നിലപാട് കേരളത്തിലെ ഒരു മുന്നണിയുമായും പാർട്ടിയുമായും SDPI-ക്കില്ല. കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ്, മുസ്ലിം ലീഗുമായി സഹകരിക്കാൻ തയ്യാറാണ്, CPM-മായി സഹകരിക്കാൻ തയ്യാറാണ്. LDF-നെയും UDF-നെയും ഒരുപോലെയാണോ SDPI കാണുന്നത്? തീർച്ചയായിട്ടും CPM കക്ഷി അവർ പല നിലപാടുകൾക്ക് വളരെ വിയോജിപ്പുണ്ട്. പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് നിലപാടിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഏറെ സമദൂരത്തിലാണ് ഞങ്ങൾക്കുള്ളത്. സംസ്ഥാനത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ CPM-നെതിരായ വികാരം അത് ഒരു തരത്തിലും SDPI പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. CPM വിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം CPM-ന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ പലതും CPI യോജിക്കുന്നില്ല. നമുക്കറിയാം, വെള്ളാപ്പള്ളിയുമായുള്ള നിലപാടുകളിലാണെങ്കിലും പല രാഷ്ട്രീയ നിലപാടുകളിലും ഈ LDF എന്ന മുന്നണിയിലെ കക്ഷികൾ ഒരേ അഭിപ്രായക്കാരല്ല. അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ കഴിയില്ല. എന്താണ് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് എടുത്തു പറയാവുന്ന വിഷയങ്ങളും ഉണ്ടായി തോന്നുന്നില്ല. പക്ഷേ CPM വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് അവർ ചില നിലപാടുകളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് CPM ആ ഇടതുപക്ഷത്തോട് ഒരു പ്രത്യേകമായ അകൽച്ച അക്കാരണം കൊണ്ട് തന്നെ ഇല്ല.